ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ലോഡേഴ്സിൻ്റെ ഫങ്ഷൻ അല്ലേ? ലോഡേഴ്സിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ലോഡിങ്, റീലൊക്കേഷൻ, ലിങ്കിങ് ആയിരുന്നു ലോഡേഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു. അതുപോലെ ദർ ആർ 3 ടൈപ്സ് ഓഫ് ലോഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? അബ്സല്യൂട്ട് ലോഡർ, ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ആൻഡ് റീലൊക്കേറ്റബിൾ ലോഡർ. അതിൽ അബ്സല്യൂട്ട് ലോഡറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായിരുന്നു അബ്സല്യൂട്ട് ലോഡർ എന്ന് വെച്ചാൽ, അബ്സല്യൂട്ട് ലോഡർ ലോഡ്സ് ദ പ്രോഗ്രാം അറ്റ് ദ എക്സാക്ട് ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ ദ യൂസർ. അതായത് യൂസർ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ പറയുന്നത് ആ മെമ്മറി ലൊക്കേഷനിലേക്ക് പ്രോഗ്രാം ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലോഡേഴ്സാണെന്ന് പറയുന്നത് അബ്സല്യൂട്ട് ലോഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് ലോഡറിൻ്റെ പ്രോഗ്രാം ലോഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു അൽഗോരിതം യൂസ് ചെയ്യും. ആ അൽഗോരിതമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കതാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ബിഗിൻ. എന്താണ്? റീഡ് ഹെഡർ റെക്കോർഡ്. നമ്മൾ കണ്ടായിരുന്നു. എന്താ? ഹെഡർ റെക്കോർഡ് ആദ്യമേ റീഡ് ചെയ്തു. ദെൻ ഹെഡർ റെക്കോർഡ് റീഡ് ചെയ്തിട്ട് പ്രോഗ്രാം നെയിമും അതിൻ്റെ പ്രോഗ്രാം ലെങ്ത് ഓഫ് ദ പ്രോഗ്രാമും അത് വെരിഫൈ ചെയ്യും. എന്നിട്ട് എന്താണ്? ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്യും. ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. അതിനകത്ത് എന്താണ് 1000 എന്ന് പറഞ്ഞ ലൊക്കേഷനുണ്ട്. ഓരോന്നും എന്താണ് ഓരോന്നിനെയും എങ്ങനെയാണ് 2 ബൈറ്റ്സ് ഓഫ് മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ നോക്കിയായിരുന്നു. SAC ഇൻസ്ട്രക്ഷൻ ആകുമ്പോൾ 8 ബിറ്റ് ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്തിട്ട് എന്താ നോക്കുന്നത്? റെക്കോർഡ് ടൈപ്പ് നോട്ട് ഈക്വൽ ടു എൻഡ്. അതായത് ടെക്സ്റ്റ് റെക്കോർഡ് എൻഡ് ആകുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ബിഗിൻ ചെയ്ത് ഇഫ് ഒബ്ജക്റ്റ് കോഡ് ഈസ് ഇൻ ക്യാരക്ടർ ഫോം ആണെന്നുണ്ടെങ്കിൽ അതിനെ 0s and 1s രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ മൂവ് ഒബ്ജക്റ്റ് കോഡ് ടു സ്പെസിഫൈഡ് ലൊക്കേഷൻ ഇൻ മെമ്മറിയിലെ ഒരു സ്പെസിഫൈഡ് ലൊക്കേഷനിലേക്ക് ഒബ്ജക്റ്റ് കോഡിനെ മൂവ് ചെയ്യിക്കുക. ദെൻ റീഡ് നെക്സ്റ്റ് ഒബ്ജക്റ്റ് പ്രോഗ്രാം റെക്കോർഡ്. അതായത് അടുത്ത ടെക്സ്റ്റ് റെക്കോർഡിനെ റീഡ് ചെയ്യുക. ഇങ്ങനെ എന്താണ് ഈ പ്രോഗ്രാം ഫുള്ള് റീഡ് ചെയ്യുന്നവർ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എൻഡ് ഓഫ് ദ റെക്കോർഡ് ആവുമ്പോഴെന്താ ചെയ്യുന്നത്? ജംപ് ടു അഡ്രസ് സ്പെസിഫൈഡ് ഇൻ ദ എൻഡ് റെക്കോർഡ്. അതായത് എൻഡ് റെക്കോർഡിൽ നമ്മൾ ഒരു അഡ്രസ്സ് സ്പെസിഫൈ ചെയ്ത് കാണുമല്ലോ, ആ അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ലോഡ് ചെയ്തിട്ട് പ്രോഗ്രാമിനെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജംപ് ടു അഡ്രസ് സ്പെസിഫൈഡ് ഇൻ ദ എൻഡ് റെക്കോർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സർട്ടൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അല്ല, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ലോഡർ ഈസ് വെരി സിമ്പിൾ ആൻഡ് എഫിഷ്യൻ്റ് ആണെന്ന് പറയാം. അബ്സല്യൂട്ട് ലോഡർ എന്ന് പറയുന്നത് വളരെ സിമ്പിളും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആണെന്ന് പറയാം. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദ നീഡ് ഫോർ പ്രോഗ്രാമർ ടു സ്പെസിഫൈ ദ ആക്ച്വൽ അഡ്രസ്സ്. അപ്പോൾ എവിടെയാണ് ആ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യേണ്ടത്, ആ ആക്ച്വൽ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് ദ ഓൺലി ഡിസഡ്വാൻറ്റേജ് ഓഫ് അബ്സല്യൂട്ട് ലോഡർ. അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ദാറ്റ് ഈസ് advantage of absolute loader is it is very simple and efficient, and the disadvantage of absolute loader is the need for programmer to specify the actual address. That is, the programmer wants to specify the actual address. And second disadvantage of absolute loader എന്ന് പറയുന്നത് it is difficult to use subroutine libraries. ലൈബ്രറീസ് ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതിന് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിനുള്ളത്, അബ്സല്യൂട്ട് ലോഡറിന് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ലോഡർ, ദറ്റ് ഈസ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. ദറ്റ് ഈസ് വെൻ വി ടേൺ ഓൺ ഓർ റീസ്റ്റാർട്ട് അവർ കമ്പ്യൂട്ടർ, നോ പ്രോഗ്രാം വിൽ റൺ. എന്താണ്? നമ്മളുടെ സിസ്റ്റം ടേൺ ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം അവിടെ വർക്കാവത്തില്ല. പക്ഷേ എന്താ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻഷ്യലൈസ് ആൻഡ് ഗീവ്സ് അസ് എ വെൽക്കം സ്ക്രീൻ. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? ഇൻഷ്യലൈസ് ചെയ്തിട്ട് അതിന് ഒരു വെൽക്കം സ്ക്രീൻ, നമുക്കൊരു സ്ക്രീൻ കാണാൻ പറ്റും. ആൻഡ് ഗിവ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഇതിനകത്ത് എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് നമ്മുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കും. ഓക്കെ, ഫോർ ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ഇൻഷ്യലൈസ്. അപ്പോൾ ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ ഇൻഷ്യലൈസ് ചെയ്യുന്നത്? ബൂട്ട്സ്ട്രാപ്പ് ലോഡേഴ്സിനെ ആയിരിക്കും ഇൻഷ്യലൈസ് ചെയ്യുന്നത്. അതായത് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാം വെൻ വി ടേൺ ഓൺ ഓർ റീസ്റ്റാർട്ട് അവർ കമ്പ്യൂട്ടർ. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻഷ്യലൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് അതെന്ന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാം വെൻ വി ടേൺ ഓൺ ഓർ റീസ്റ്റാർട്ട് അവർ കമ്പ്യൂട്ടർ. നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലുണ്ടായിരിക്കുന്ന ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ്. സോ ദ ഫസ്റ്റ് പ്രോഗ്രാം ദറ്റ് വിൽ റൺ ഓർ ഇൻഷ്യലൈസ് സോ ദാറ്റ് അവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ബി loaded and it will make ready of our computer for
എക്സിക്യൂഷൻ അതായത് എന്താ ചെയ്യുന്നത്, ഈ പ്രോഗ്രാം ബൂട്ട്സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യും. എന്നിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതർ പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിനെ എന്തിനു വേണ്ടിയിട്ട് റെഡി ഫോർ എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. സോ ഇതിനെ സഹായിക്കുന്ന ലോഡേഴ്സാണ് എന്തെന്ന് പറയുന്നത്, ബൂട്ട്സ്ട്രാപ്പ് ലോഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇനിഷ്യലൈസ് ചെയ്ത പ്രോഗ്രാം ആ കമ്പ്യൂട്ടറിനെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ബി ലോഡഡ് ആൻഡ് ഇറ്റ് വിൽ മേക്ക് റെഡി ഓഫ് അവർ കമ്പ്യൂട്ടർ ഫോർ എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് എന്തെന്ന് പറയുന്നത്, ബൂട്ട്സ്ട്രാപ്പ് ലോഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു SAC/XC ബൂട്ട്സ്ട്രാപ്പ് ലോഡറിൻ്റെ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ദ ബൂട്ട്സ്ട്രാപ്പ് റീഡ്സ് ഒബ്ജക്റ്റ് കോഡ് ഫ്രം ഡിവൈസ് F1 ആൻഡ് എൻറ്റേഴ്സ് ഇറ്റ് ഇൻ ടു മെമ്മറി. അതായത് ബൂട്ട്സ്ട്രാപ്പ് എന്താ ചെയ്യുന്നത്, ഒബ്ജക്റ്റ് കോഡിനെ ഡിവൈസ് F1 നിന്ന് റീഡ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് കൊടുക്കും, പ്രൈമറി മെമ്മറിയിലേക്ക് കൊടുക്കും. സ്റ്റാർട്ടിങ് അറ്റ് അഡ്രസ് 80, അതായത് ഹെക്സാഡെസിമൽ അഡ്രസ് ആയിട്ടുള്ള 80ലേക്ക് കൊടുക്കും. ആഫ്റ്റർ all of the code from device F1 has been entered into memory. അതായത് ഡിവൈസ് F1ലുള്ള എല്ലാ കോഡ്സും എന്താ ചെയ്യുന്നത്, മെമ്മറിയിലേക്ക് കൊടുക്കും. ദ ബൂട്ട്സ്ട്രാപ്പ് എക്സിക്യൂട്ട്സ് എ ജംപ് ടു അഡ്രസ് 80 ടു ബിഗിൻ എക്സിക്യൂഷൻ. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഓരോ ക്യാരക്ടർ വൈസ് അതായത് എല്ലാ ഒബ്ജക്റ്റ് കോഡിനെയും നമ്മൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട്സ് എ ജംപ് ടു അഡ്രസ് 80 കൺട്രോളിനെ കൊണ്ടുപോയിട്ട് എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യും. ടു ബിഗിൻ എക്സിക്യൂഷൻ കൺട്രോൾ അഡ്രസ് 80ലേക്ക് കൊണ്ടുപോയിട്ട് ടു ബിഗിൻ എക്സിക്യൂഷൻ. സോ ദ പ്രോഗ്രാം ജസ്റ്റ് ലോഡഡ് രജിസ്റ്റർ X കണ്ടെയ്ൻസ് ദ നെക്സ്റ്റ് അഡ്രസ് ടു ബി ലോഡഡ്. അതായത് പിന്നെ രജിസ്റ്റർ X എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അടുത്ത അഡ്രസ്സിനെ അല്ലെങ്കിൽ അത് അടുത്ത ഡേറ്റയെ റിസീവ് ചെയ്യാനായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൽ നോക്കിയാൽ അറിയാം, ഈ പ്രോഗ്രാമിൽ ബൂട്ട്സ്ട്രാപ്പ് ലോഡറാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ദ ബൂട്ട്സ്ട്രാപ്പ് ഇറ്റ് സെൽഫ് ബിഗിൻസ് അറ്റ് അഡ്രസ് 0, അതായത് സ്റ്റാർട്ട് 0 എന്ന് കൊടുത്തിട്ടുണ്ട് മുകളിൽ. ബൂട്ട്സ്ട്രാപ്പാണ് സ്റ്റാർട്ട് 0 എന്ന് പറഞ്ഞ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്താ ചെയ്യുന്നത്, ദ ബൂട്ട്സ്ട്രാപ്പ് ഇറ്റ് സെൽഫ് ബിഗിൻസ് അറ്റ് അഡ്രസ് 0 ഇൻ ദ മെമ്മറി ഓഫ് ദ മെഷീൻ. ഇറ്റ് ലോഡ്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യും. അത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 80 എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ദ ലോഡർ ഈസ് യൂസ്ഡ് ഇൻ a unique situation, that is to initialize the program for load for the system. അതായത് പ്രോഗ്രാമിൽ ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതുകൊണ്ട് അഡ്രസ് 80ലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ പ്രോഗ്രാം ടു ബി ലോഡഡ് ആൻഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എ വെരി സിമ്പിൾ ഫോമാറ്റ്. പ്രോഗ്രാം ലോഡ് ചെയ്തിട്ട് അതിനെ വളരെ സിമ്പിൾ ഫോമാറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ ഈച്ച് ബൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് കോഡ് ടു ബി ലോഡഡ് ഈസ് പ്രസൻറ്റ് ഓൺ ഡിവൈസ് F1. അതായത് F1ൽ ഓരോ ബൈറ്റും എങ്ങനെയാണ് 2 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് SAC പ്രോഗ്രാമിലെ ടെക്സ്റ്റ് റെക്കോർഡിൽ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ STL ഇൻസ്ട്രക്ഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ STLൻ്റെ ഫോം എന്ന് പറയുന്നത് 14 ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലയോ. അപ്പോൾ 14 എന്ന് പറയുന്നത് പെയർ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ദാറ്റ് ഈസ് STL ഇൻസ്ട്രക്ഷൻ വുഡ് ബി റെപ്രസെൻറ്റഡ് ബൈ ദ പെയർ ഓഫ് ക്യാരക്ടേഴ്സ് 1 and 4. 1ഉം 4ഉം വെച്ചിട്ടാണ് നമ്മൾ STLൻ്റെ ഒബ്ജക്റ്റ് കോഡ് എഴുതുന്നത്. വെൻ ദീസ് ആർ റീഡ് ബൈ ദ ലോഡർ, ഈ STL ഇൻസ്ട്രക്ഷൻ ലോഡർ റീഡ് ചെയ്യുമ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആസ് പാർട്ട് ഓഫ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ദേ വിൽ ഓക്കുപ്പൈ 2 bytes ഓഫ് മെമ്മറി. മെമ്മറിയിൽ 2 ബൈറ്റ്സിനെ അത് ഓക്കുപ്പൈ ചെയ്യും. ഓക്കെ, സോ the code must be stored in a single byte with a hexadecimal value 14. 2 bytes of memory അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ടുള്ള 14 ആയിരിക്കും, അത് സിംഗിൾ ബൈറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞത്, 2 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈസ് F1 നിന്ന് ഡേറ്റയെ റീഡ് ചെയ്യും. അതായത് SAC പ്രോഗ്രാമിൽ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അബ്സല്യൂട്ട് ലോഡറിൽ എങ്ങനെയാണ് 1000 ലൊക്കേഷനിൽ എങ്ങനെയൊക്കെയാണ് ഡേറ്റാസിനെ നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നു. 1000 ലൊക്കേഷനിൽ 14, നെക്സ്റ്റ് അഡ്രസ്സ് 1001 അങ്ങനെ. അപ്പോൾ SICയിൽ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, ഹവർ ദർ ഈസ് നോ ഹെഡർ റെക്കോർഡ്, എൻഡ് റെക്കോർഡ് ഓർ കൺട്രോൾ ഇൻഫർമേഷൻ. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ഒബ്ജക്റ്റ് കോഡ് ഫ്രം ഡിവൈസ് F1
ഈസ് ആൾവേസ് ലോഡഡ് ഇൻ ടു കോൺസിക്യൂട്ടീവ് ബൈറ്റ്സ് ഓഫ് മെമ്മറി. അതായത് ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം കൺസിഡർ ചെയ്താൽ അതിനകത്ത് ഹെഡ് റെക്കോർഡോ എൻഡ് റെക്കോർഡോ അല്ലെങ്കിൽ കൺട്രോൾ ഇൻഫർമേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, ഡിവൈസ് F1 നിന്ന് ഈ പ്രോഗ്രാമിനെ ഒബ്ജക്റ്റ് കോഡിനെ ഡയറക്റ്റ്ലി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. എവിടെയായിരിക്കും ലോഡ് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്തായിരിക്കും? 80, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ലോഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ദ ഒബ്ജക്റ്റ് കോഡ് ഫ്രം ദ ഡിവൈസ് F1 ഹാസ് ബീൻ ലോഡഡ്. എല്ലാ ഒബ്ജക്റ്റ് കോഡിനെയും ഡിവൈസ് F1 നിന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബൂട്ട്സ്ട്രാപ്പ് ജംപ്സ് ടു അഡ്രസ് 80. എന്താ പറഞ്ഞത്? ബൂട്ട്സ്ട്രാപ്പ് എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? അഡ്രസ് 80ലേക്ക് ജമ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ബിഗിൻസ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ദാറ്റ് വാസ് ലോഡഡ്. ഈ ലോഡ് ചെയ്ത പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ കൺട്രോൾ എങ്ങോട്ടേക്ക് പോകുന്നത്, ജമ്പ് ചെയ്യുന്നത്? അഡ്രസ് 80ലേക്ക് ജമ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഒരു സബ് റൂട്ടീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് സി, ഇതാണ്ട് താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, ഗെറ്റ് സി എന്ന് പറഞ്ഞിട്ടൊരു സബ് റൂട്ടീൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം വായിച്ച് നോക്കണം. ഗെറ്റ് സി എന്ന് പറഞ്ഞൊരു സബ് റൂട്ടീൻ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് സബ് റൂട്ടീൻ റീഡ്സ് 1 ക്യാരക്ടർ ഫ്രം ഡിവൈസ് F1 ആൻഡ് കൺവേർട്ട് ഇറ്റ് ഫ്രം ദ ആസ്കി ക്യാരക്ടർ കോഡ് ടു ദ വാല്യൂ ഓഫ് ദ ഹെക്സാഡെസിമൽ ഡിജിറ്റ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദാറ്റ് ക്യാരക്ടർ. അതായത് ഡിവൈസ് F1 നിന്ന് ഒരു ബൈറ്റിനെ ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്തിട്ട് അതിനെ എന്താണ് ആൻഡ് കൺവേർട്ട്സ് ഇറ്റ് ഫ്രം ദ ആസ്കി ക്യാരക്ടർ കോഡ്. ഈ ആസ്കി ക്യാരക്ടറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്കി കോഡ് ഫോർ ദ ക്യാരക്ടർ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെക്സാഡെസിമൽ ഡിജിറ്റ് 30 വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആസ്കി ക്യാരക്ടർ ഫോർ 0 എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കമ്പയർ #48 കമ്പയർ ടു ഹെക്സ് 30. അതായത് ക്യാരക്ടർ 0യെ എങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 30. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ദ ന്യൂമറിക് വാല്യൂ 0. ലൈക്ക്വൈസ് ദ ആസ്കി കോഡ് ഫോർ 1 through 9, അതായത് ഹെക്സാഡെസിമൽ 31 തൊട്ട് 39 വരെയാണ് ആസ്കി ക്യാരക്ടറായിട്ടുള്ള 1 to 9നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആർ കൺവേർട്ടഡ് ടു ദ ന്യൂമറിക് വാല്യൂസ് 1 to 9 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആൻഡ് ദ കോഡ് ഫോർ A to F ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 41 തൊട്ട് 46 വരെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആർ കൺവേർട്ട് ടു ദ വാല്യൂസ് 10 through 15. സോ ഇതെല്ലാം സാധ്യമാകുന്നതെന്ന് വെച്ചാൽ ബൈ സബ്സ്ട്രാക്റ്റിംഗ് 48, അതായത് ഹെക്സാഡെസിമൽ 30 എന്നാണ് അതിൻ്റെ മീനിങ്. 40 സബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ഫ്രം ദ ക്യാരക്ടർ കോഡ് ഫോർ 0 through 9 ആൻഡ് സബ്സ്ട്രാക്റ്റിംഗ് 55, അതായത് ഹെക്സാഡെസിമൽ 37നെ ഇതിനകത്ത് നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തിട്ട്, അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹെക്സാഡെസിമൽ 37 എന്ന് പറയുന്നത് കോഡ് ഫോർ A through F വരെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്റൂട്ടീൻ പ്രോഗ്രാംസിൻ്റെയും ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സബ്റൂട്ടീൻ ഗെറ്റ് സി ജംപ്സ് ടു അഡ്രസ് 80ലേക്ക് ജമ്പ് ചെയ്തിട്ട് എൻഡ് ഓഫ് ഫയൽ ആകുന്നത് വരെ ഈ ഒബ്ജക്റ്റ് ഡിവൈസ് F1 നിന്ന് ഒബ്ജക്റ്റ് കോഡിനെ മുഴുവനായിട്ടും എന്ത് ചെയ്യും? റീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ എൻഡ് ഓഫ് ഫയൽ ആകുന്നതെന്ന് വെച്ചാൽ ഇറ്റ് സ്കിപ്സ് ഓൾ അതർ ഇൻപുട്ട് ക്യാരക്ടേഴ്സ് ദറ്റ് ഹാവ് ആസ്കി കോഡ് ലെസ് ദാൻ ഹെക്സാഡെസിമൽ 30 ആൻഡ് this causes the bootstrap to ignore any control bytes that is such as end of line that are read. അതായത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും എവിടെ നിന്ന് റീഡ് ചെയ്യും? F1 നിന്ന് റീഡ് ചെയ്തിട്ട് പിന്നെന്താ ഹെക്സാഡെസിമൽ 30 താഴെയുള്ള നമ്പേഴ്സിനെ വാല്യൂസിനെ എന്ത് ചെയ്യും? കോഡ്സിനെ എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യും. അതായത് ഹെക്സാഡെസിമൽ 30 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലൻ്റ് ആണ്? 0യ്ക്ക്. ഡെസിമൽ 0യ്ക്ക് ഈക്വലൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതിനെയെല്ലാം എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ മെയിൻ ലൂപ്പ് ഓഫ് ദ ബൂട്ട്സ്ട്രാപ്പ് കീപ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ ടു ലോഡഡ് ഇൻ രജിസ്റ്റർ എക്സ്. അതായത് എക്സ് രജിസ്റ്ററിലേക്ക് അടുത്ത മെമ്മറി ലൊക്കേഷൻ, അടുത്ത അഡ്രസ്സിനെ എന്ത് ചെയ്യും? ടാർഗറ്റായിട്ട് വെക്കും. ദ മെയിൻ ലൂപ്പ് ഓഫ് ദ ബൂട്ട്സ്ട്രാപ്പ് കീപ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ ടു ബി ലോഡഡ് ഇൻ രജിസ്റ്റർ എക്സ് ആൻഡ് ഗെറ്റ് സി ഈസ് യൂസ്ഡ് ടു റീഡ് ആൻഡ് കൺവേർട്ട് എ പെയർ ഓഫ് ക്യാരക്ടർ ഫ്രം ഡിവൈസ് F1. ഡിവൈസ് F1 നിന്ന് ഒരു പെയർ ഓഫ് ക്യാരക്ടറിനെ എന്ത് ചെയ്യും? ഗെറ്റ് സി എന്ത് ചെയ്യും? അതിനെ കൺവേർട്ട് ചെയ്യും. ദറ്റ് ഈസ് ഇതിനകത്ത് ഈ സബ്റൂട്ടീൻ പ്രോഗ്രാം നോക്കി അതിനകത്ത് TD കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസ് റെഡിയാണെന്നോ നോക്കി ഗെറ്റ് സി റൂട്ടീൻ എപ്പോൾ വരെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ TD ഡിവൈസ് റെഡി ആകുമ്പോഴെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻപുട്ട് ക്യാരക്ടറിനെ റീഡ് ചെയ്യും. ദെൻ കമ്പയർ #4 ഹാഷൊക്കെ എന്തിനു വേണ്ടിയിട്ട്? SIC bar പ്രോഗ്രാമാണ്. ഇഫ് ക്യാരക്ടർ ഈസ് ഹെക്സാ 04, അതായത് എൻഡ് ഓഫ് ഫയൽ ആകുന്നത്
വരെ ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. എൻഡ് ഓഫ് ഫയൽ ആയാൽ ജംപ് ടു സ്റ്റാർട്ട് ഓഫ് ദ പ്രോഗ്രാം, അതായത് ജംപ് ഈക്വൽ ടു 80 ആണോ നോക്കും, അതായത് എൻഡ് ഓഫ് റെക്കോർഡ് ആയോ നോക്കും. എൻഡ് ഓഫ് റെക്കോർഡ് ആവുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ദെൻ എന്താ ചെയ്യുന്നത്, നമ്മൾ റീഡ് ചെയ്ത ക്യാരക്ടർ കമ്പയർ ചെയ്യും, അതായത് 0യ്ക്ക് ഈക്വലൻ്റ് ആണോ എന്ന് നോക്കും. ജംപ് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിനെ സ്കിപ്പ് ചെയ്യും. ദെൻ സബ്ട്രാക്ട് ഹെക്സാ 30 ഫ്രം ആസ്കി കോഡ്, അതായത് എന്താണ് ഹെക്സാഡെസിമൽ 30യെ എന്ത് ചെയ്യും, പിന്നെയും സബ്ട്രാക്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്യും. ഇഫ് ദ റിസൾട്ട് ഈസ് ലെസ് ദാൻ 10 ആണെന്ന് നോക്കും. 10 ആണെന്നുണ്ടെങ്കിൽ കൺവേർഷൻ നടത്തി കൺവേർഷൻ കംപ്ലീറ്റ് ആണെന്ന് പറയും. കൺവേർഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. എല്ലാ ഡേറ്റാസിനെയും നമ്മൾ റീഡ് ചെയ്തു. F1 നിന്ന് റീഡ് ചെയ്ത് നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദെൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻഡ് ഓഫ് റെക്കോർഡ് റീച്ച് ആകുമ്പോഴേ എൻഡ് ഓഫ് റെക്കോർഡിൽ നമ്മളൊരു അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുക, ആ അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യും. അതായത് ദാറ്റ് ഈസ് 80 എന്ന് പറഞ്ഞ അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യും. 80 എന്ന് പറഞ്ഞ അഡ്രസ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അഡ്രസ്സാണ്. വെൻ ആൻ എൻഡ് ഓഫ് ഫയൽ ഈസ് റീഡ്, കൺട്രോൾ ഈസ് ട്രാൻസ്ഫർഡ് ടു ദ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. കൺട്രോൾ എങ്ങോട്ടേക്ക് പോകും, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് 80ലേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ടാണ്, ലോഡ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് അഡ്രസ്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, ബൂട്ട്സ്ട്രാപ്പ് ലോഡറിൻ്റെ പ്രോഗ്രാമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. SIC/XCയിലുള്ള പ്രോഗ്രാമാണ് പറഞ്ഞത്. ദെൻ എനിക്ക് വേറൊരു സ്ലൈഡ് കിട്ടിയായിരുന്നു ബൂട്ട്സ്ട്രാപ്പ് ലോഡറിനെ കുറിച്ച്. ഇപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് വെച്ചാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കമ്പ്യൂട്ടർ ഈസ് ഫസ്റ്റ് ടേൺഡ് ഓൺ ഓർ റീസ്റ്റാർട്ടഡ്, എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അബ്സല്യൂട്ട് ലോഡർ മസ്റ്റ് ബി എക്സിക്യൂട്ടഡ്. അതായത് PC-യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ അബ്സല്യൂട്ട് ലോഡറിനെ ലോഡ് ചെയ്യും. ദ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ലോഡ്സ് ദ ഫസ്റ്റ് പ്രോഗ്രാം ടു ബി റൺ ബൈ ദ കമ്പ്യൂട്ടർ, യൂഷ്വലി ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റൺ ചെയ്തിട്ട് ഫ്രം ദ ബൂട്ട് ഡിസ്ക്, ഹാർഡ് ഡിസ്ക് ആകാം, ഫ്ലോപ്പി ഡിസ്ക് ആകാം. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്താ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ഫസ്റ്റിലെ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനെ എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. ഇറ്റ് ദെൻ ജംപ്സ് ടു ദ ജസ്റ്റ് ലോഡർ പ്രോഗ്രാം ടു എക്സിക്യൂട്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ലോഡ് ചെയ്ത പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യും. നോർമലി ദ ജസ്റ്റ് ലോഡർ പ്രോഗ്രാം ഈസ് വെരി സ്മാൾ. എക്സാമ്പിൾ എന്താണ്, ചിലപ്പോൾ ആ ലോഡർ തന്നെയായിരിക്കും. ദ ജസ്റ്റ് ലോഡർ വിൽ കണ്ടിന്യൂ ടു ലോഡ് അനദർ ലാർജർ ലോഡർ ആൻഡ് ജംപ് ടു ഇറ്റ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ആദ്യമേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു സ്മാൾ പോർഷൻ ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. ദെൻ എന്താ ചെയ്യുന്നത്, നോർമലി ഇത് ജസ്റ്റ് ലോഡർ പ്രോഗ്രാം വെരി സ്മാൾ ആയതുകൊണ്ട് ലോഡർ വിൽ കണ്ടിന്യൂ ടു ലോഡ് അനദർ ലാർജർ പ്രോഗ്രാമിന് ലോഡ് ചെയ്യും. ദിസ് പ്രോസസ് റിപ്പീറ്റ്സ് അനദർ ദ എൻ്റയർ ലാർജ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ലോഡ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുഴുവനായിട്ടും ലോഡ് ആകുന്നത് വരെ ഈ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്, അബ്സല്യൂട്ട് ലോഡറിൻ്റെ ഒരു അൽഗോരിതം പഠിച്ചായിരുന്നു. ദെൻ എന്താണ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അബ്സല്യൂട്ട് ലോഡർ പഠിച്ചു. ദെൻ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഓണർ ഓഫ് ചെയ്യുമ്പോൾ, സിസ്റ്റം ഓണർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലോഡ് ചെയ്യുന്ന പ്രോഗ്രാമാണെന്ന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. ദെൻ ബൂട്ട്സ്ട്രാപ്പ് ലോഡറിൻ്റെ ഒരു പ്രോഗ്രാം പഠിച്ചായിരുന്നു. SIC/XCയിലുള്ളൊരു പ്രോഗ്രാമാണ് പഠിച്ചത്. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.